ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വ്ളോഗ് 2 ആണ് നമുക്ക് കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ വോളിബോളിൽ ഇനിയും കുറേ കാഴ്ചകളുണ്ട്. 22 കൺട്രീസ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അവിടുത്തെ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളും അത് കണ്ടും അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചും നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണ്ട് തീരാന്ന് പറഞ്ഞാൽ അത്രയും കാണാനുണ്ട് ഇവിടെ. സൗദി അറേബ്യ എത്രത്തോളം ഡെവലപ്പായി എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുക, പല സ്ഥലത്തുനിന്നും വിസിറ്റേഴ്സ് കാണാൻ വരിക, അതൊക്കെ ഭയങ്കര സംഭവമാണ്. പൈസ കൊടുത്ത് ഒരുപാട് റൈഡുകൾ നമുക്ക് കയറാം, ഫുഡൊക്കെ കഴിക്കാം, കുറേ ഷോകളൊക്കെ കാണാം. ചിലയിടത്തൊക്കെ മൊബൈൽ ഫോൺസും ക്യാമറാസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. പൈസ കൊടുക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു തീർക്കാറുണ്ട്. അത് കണ്ടു തീർക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എയിം. ഇതുപോലെ റോളർ കോസ്റ്റർ പോലെയും വലിയ വലിയ ഊഞ്ഞാലകൾ പോലെയും പല ടൈപ്പ് ഓഫ് ഗെയിംസും പല ടൈപ്പ് ഓഫ് മെഷീൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തിയത് ലാസ്റ്റ് ഇന്ത്യയിലാണ് എത്തിയത്. അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഗുജറാത്തി ഡാൻസ്, ഹിന്ദുസ്ഥാനി ഡാൻസൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് തനതായ രൂപങ്ങൾ ഉണ്ടായിട്ടും കലാരൂപങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർ ഇത് മാത്രമായിട്ട് കൊടുത്തു എന്നറിയില്ല. കാരണം അതിനത്ര വ്യൂവേഴ്സ് ഉണ്ടാവും ചെയ്യുന്നില്ല, അത്രയും ആസ്വാദകർ ഇല്ലതാനും. പിന്നെ എന്തുകൊണ്ട് അവരത് കൊടുത്തു എന്നുള്ളതാണ്. അവരിപ്പോഴും ഈ അറബ്സൊക്കെ കരുതിയിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഹിന്ദി മാത്രം അടങ്ങുന്ന സ്ഥലം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് തോന്നുന്നു. കേരളത്തെക്കുറിച്ച് അത്ര ധാരണ അല്ല തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോയിരുന്നു. അങ്ങനെ ഓരോരോ സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മളെത്തിയ ജപ്പാനിലെത്തിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ആയിരുന്നു, കുറച്ചുകൂടെ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ കാണാനെന്നൊക്കെ ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷേ ജപ്പാനിൽ അത്ര ഞാൻ വിചാരിച്ച അത്ര ക്യൂരിയോസിറ്റി പോലത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല. ആസ് യൂഷ്വൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഓയിൽസ്, അവരുടെ ട്രഡീഷണൽ ഓയിൽസ്, ബാംസ്, കൂടുതലായിട്ട് അതാണ് ഉണ്ടായിരുന്നത്. എസെൻഷ്യൽ ഓയിൽസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സുകൾ, പിന്നെ കുറച്ച് ആക്സസറീസ്, ടോയ്സ്, അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ജപ്പാനിൽ കണ്ടത്. അത്രയൊരു ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ആകാംക്ഷയിൽ വെറുതെ ആയിപ്പോയി എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മളത് കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അടുത്ത രാജ്യത്തോട്ട് അടുത്ത് എത്തും. അവരുടെ പല ടൈപ്പ് ഓഫ് കലാരൂപങ്ങൾ, അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ചെറിയ ഐസ്ക്രീം കഴിച്ചിരുന്നു. അത് ഐസ്ക്രീം കഴിച്ചത് നമ്മൾ ടർക്കിഷ് ഏരിയയിൽ നിന്നാണ് കഴിച്ചത്. നമ്മൾ ഷോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ആ ഒരു ഗെയിമിങ് ടർക്കിഷ് ഐസ്ക്രീമാണ് കഴിച്ചത്. അങ്ങനെ അവർ നമ്മളെ പറ്റിച്ച് ഐസ്ക്രീമൊക്കെ തന്നു. പക്ഷേ 5 പൈസ ഉണ്ടായിരുന്നില്ല ഐസ്ക്രീം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഈഫിൽ ടവറിൻ്റെ അവിടെയാണ്. ഈഫിൽ ടവർ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നേലും ഒരിക്കൽ ഒറിജിനൽ ഈഫിൽ ടവർ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് വാസ് ഗുഡ്. അങ്ങനെ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ബോളിവുഡിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ മാർക്കറ്റാണ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സാണ് ആ കാണുന്നതൊക്കെ. അങ്ങനെ ഈ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നു. കുറേ ആകുമ്പോൾ നിങ്ങൾ ബോറടിക്കും. കൂടുതൽ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ ദെൻ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.